ഇവിടെയുള്ളവരെ ഒരു മിനിറ്റ് ഇവിടെയുള്ളവർക്ക് കൂടി അതിന്റെ വിസ്തീർണം കൊടുക്കാനുള്ള അവസരമുണ്ട്, പറഞ്ഞോളൂ. കഴിഞ്ഞ 10 മാസത്തിന് മുമ്പ് ഞങ്ങൾ ഇതേപോലെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഒരു 10 മാസത്തിന് മുമ്പ് നമ്മുടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവർ എല്ലാ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും അതുപോലുള്ള എത്ര ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അതുപോലെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ കൗൺസിലർ ജമാഅത്ത് എല്ലാം ഉൾപ്പെടെ അതിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് 1 ഇഞ്ച് പോലും അവർ മുന്നോട്ട് നീങ്ങാൻ അവർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 10 മാസമായി നിരന്തരം ഇവിടുത്തെ ആൾക്കാരെല്ലാവരും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പോലും അവർ ഇത് തിരിഞ്ഞു നോക്കാൻ തയ്യാറില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തിന് പൊല്യൂഷൻ്റെയോ അല്ലെങ്കിൽ FSSAIയുടെയോ ഒരു സംവിധാനവും ഇവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ ഈ അശാസ്ത്രീയമായിട്ട് കുറച്ച് മണ്ണ് സൈഡിൽ നിന്ന് എടുത്ത് ഇതിലോട്ട് ഇട്ടിട്ട് മൂടിയിരിക്കുക. ഇത് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത്. ഈ മണ്ണിട്ട് മൂടുമ്പോൾ ആൾക്കാരുടെ വിചാരം ഇത് എല്ലാ ശാശ്വതമായ പരിഹാരം ഉണ്ടായതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതല്ല വേണ്ടത്, ശാശ്വതമായ പരിഹാരം. ഇവിടുത്തെ പരിസരത്തുള്ള കിണറുകൾ മലിനമാണ്. ഇവിടുത്തെ വീടുകളുടെ ടാങ്കിൻ്റെ മേളിൽ ഇവിടുത്തെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് എല്ലാ ടാങ്കുകളും കേടാണ്. അതേപോലെ എല്ലാ വീടുകളും പ്രശ്നത്തിലാണ്. നിരവധി കുട്ടികൾ ആശുപത്രിയിലാണ്. ആശുപത്രി പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ തിരിച്ച് വരുമ്പോൾ വീണ്ടും അവർക്ക് അസുഖമുണ്ടാവാൻ, അതുപോലെ വാർദ്ധക്യ സഹജമായ അസുഖം ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആസ്മ പേഷ്യൻസ് ഉണ്ട്, ഹൃദ്രോഗികളുണ്ട്. ഇവർക്കെന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അധികാരികൾക്ക് ഞങ്ങൾ ഒരുപാട് പരാതി കൊടുത്തിട്ടും അധികാരികൾ പോലും ഇത് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല. ഹെൽത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആരും അതിന് തയ്യാറാകാത്തിടത്തോളം ഒരു ജനകീയ പ്രക്ഷോഭണം എന്നുള്ളതിൽ ജനകീയമായിട്ട് നേരിടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അവരിപ്പോൾ പറയുന്നത് നിങ്ങൾ അവിടെ നിൽക്കുന്നത് നമ്മൾ തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് കേട്ടില്ലേ? നേരത്തെ മുഹമ്മദ് ഷാഫി എന്നയാൾ നമ്മുടെ ക്യാമറ പേഴ്സണെ തള്ളിയത് മുഹമ്മദ് ഷാഫി എന്ന ആളാണ്. അയാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങൾ മണ്ണിട്ടൊക്കെ മൂടിയല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നത്തിന് ഇപ്പോഴാണോ ഇത് ചിത്രീകരിക്കാൻ വരുന്നത്? ഞങ്ങൾ ഇതൊക്കെ മണ്ണിട്ട് മൂടി, മാലിന്യമൊന്നും ഇപ്പോൾ അവിടെ കാണാൻ പോലുമില്ല, അപ്പോൾ വീണ്ടും എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ്? അവർ മണ്ണിട്ട് മൂടിയെന്നാണ് അവകാശപ്പെടുന്നത്. മാഡം, അത് മണ്ണിട്ട് മൂടി എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായ രീതിയിലാണ് അവർ മൂടാമെന്ന് ആദ്യം പറഞ്ഞത്. കാര്യം ഇവിടുത്തെ വെള്ളം മൊത്തം സക്ക് ചെയ്ത് പുറത്തു കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കരമാലിന്യത്തിൻ്റെ മേളിൽ മണ്ണിടാമെന്നാണ് അവർ ആദ്യമായിട്ടത്. ഇപ്പോൾ ആ സംവിധാനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഈ വെള്ളത്തിൻ്റെ മേളിൽ അവർ മണ്ണിട്ട് മൂടുകയാണ്. പുറത്തുനിന്ന് മണ്ണല്ല, ഈ സൈഡിലുള്ള മണ്ണ് മാറി ഇതിൻ്റെ മേളിലിടുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും അത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കും എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്.